ഈ ചൂടുകാലത്ത് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ആപ്പിൾ വെച്ചിട്ടാണ്. പക്ഷേ ആപ്പിൾ ജ്യൂസ് അല്ല കേട്ടോ, നമ്മുടെ നാരങ്ങ വെള്ളം പോലെയൊക്കെ തന്നെയുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ ഒട്ടും വേഗം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ആപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 4 വലിയ ഗ്ലാസ് തന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ജ്യൂസ് അല്ല, അതുകൊണ്ട് തന്നെ അത്ര തിക്നെസ്സിലല്ല ഉണ്ടാവുക, നാരങ്ങ വെള്ളത്തിൻ്റെയൊക്കെ പോലെ ഉള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. കുറേശ്ശെയായിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആപ്പിൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഞാൻ ഒരു ഇത്ര വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ വെച്ചിട്ടാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഇഞ്ചി എടുത്താൽ മതിയാകും. പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് ഇഞ്ചി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 നാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ തേനാണ് ചേർക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ തേൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് ചേർക്കണം നിർബന്ധമില്ല, നമുക്ക് പഞ്ചസാര തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേൻ ഒരിക്കലും നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. എന്നിട്ടാണ് ഞാൻ ബാക്കി വെള്ളം കൂടെ ചേർക്കുന്നത് കേട്ടോ. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിക്കാൻ മാത്രം മിക്സിയുടെ ജാറ് വലിപ്പമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗിവവേയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മൾ ഒരുപാട് സ്നാക്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ, പൊരിക്കടികൾ, നമ്മുടെ ഈ പഴംപൊരി, ഉള്ളിവട, ഉഴുന്നുവട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അല്ലേ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ പൊരിക്കടികൾ? ഇനി അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ അത് കഴിക്കാറില്ല എന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ നമ്മൾ അരിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്. അപ്പോൾ ആ വെള്ളം ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നാരങ്ങ വെള്ളത്തിൻ്റെയൊക്കെ പോലുള്ള ഒരു ഡ്രിങ്കാണത്. അങ്ങനെ കുടിച്ചാലായിരിക്കും ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം ചേർത്തു. ഇത് വലിയ 4 ഗ്ലാസ്സിന് എന്തായാലും ഉണ്ടാവും 2 ആപ്പിൾ വെച്ചിട്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് നല്ല തണുത്ത ഈ ഡ്രിങ്ക് കുടിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് മുകളിൽ കുറച്ച് ചിയ സീഡ്സോ കസ്കസൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാവരും ഈ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഗിവവേയുടെ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം.